ബി.ജെ.പിയുടെ പ്രൊപ്പഗാൻഡയ്ക്ക് സർക്കാർ പുരസ്കാരം നൽകുമ്പോൾ വംശനാശം നേരിടുന്നത് കലയാണ്. സത്യജിത് റേയും മൃണാൾ സെന്നും ഋത്വിക് ഘട്ടക്കും ശ്യാം ബെനഗലും ജി അരവിന്ദനും അടൂർ ഗോപാലകൃഷ്ണനും ഒക്കെയാണ് മികച്ച സംവിധായകർ എന്നൊരു ധാരണ നമുക്കുണ്ടായിരുന്നു. അവരുടെ സിനിമകളാണ് ഒരു മടുപ്പുമില്ലാതെ കലാപ്രേമികൾ ആവർത്തിച്ചു കണ്ടിരുന്നത്. ഇനിയിപ്പോൾ ശുദ്ധ നുണ 10,000 വട്ടം ആവർത്തിക്കുന്ന പ്രൊപ്പഗാൻഡകൾക്കാണ് മാർക്കറ്റ്. ഇത്തരം അവാർഡുകൾ നൽകുന്നതിലൂടെ തകർന്നടിയുന്നത് കലയെക്കുറിച്ചുള്ള ധാരണയാണ്, ഇല്ലാതാകുന്നത് നല്ല സിനിമ പിടിക്കാനുള്ള പ്രചോദനമാണ്. ഇതൊക്കെ കല എന്ന നിലയിലുള്ള തിരിച്ചടികൾ. അതിനൊക്കെ അപ്പുറമാണ് സമൂഹം എന്ന നിലയിൽ നമ്മൾ നേരിടുന്ന തിരിച്ചടി. മുസ്ലിങ്ങളും ക്രിസ്ത്യാനികളും ഹിന്ദുക്കളും സിഖുകാരും ജൈനരും പാഴ്സികളും ഒക്കെ ഉൾക്കൊള്ളുന്നതാണ് ഇന്ത്യയുടെ സമൂഹം. അതിലേതെങ്കിലും ഒന്നിനെ മാറ്റി നിർത്താൻ കഴിയില്ല. അങ്ങനെ കുത്തിപ്പിരിച്ച് മുസ്ലിങ്ങളെ മാറ്റി നിർത്താനുള്ള ശ്രമമാണ് കേരള സ്റ്റോറി എന്ന സിനിമ നടത്തിയത്. ക്രിസ്ത്യാനികളെ മാറ്റി നിർത്താനുള്ള ശ്രമമാണ് കന്യാസ്ത്രീകളുടെ അറസ്റ്റ് വഴി നടപ്പിലാക്കിയത്. വികസിത സമൂഹം എന്ന നിലയിൽ നിന്ന് മാനസിക വളർച്ചയില്ലാത്തവരുടെ നരകത്തിലേക്കാണ് നാം വീണുകൊണ്ടിരിക്കുന്നത്. ഇങ്ങനെ പറയാൻ സാധിക്കുന്നത് നമ്മൾ ഈ കേരളത്തിൽ ജീവിക്കുന്നത് കൊണ്ടാണ്. ഇതിനപ്പുറം എന്തു പറയാൻ?